എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. 13ാമത്തെ ഭാഗമാണ്. ഇതുവരെയുള്ള ഭാഗത്ത് ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ചാണ് വർണ്ണിച്ചത്. ഇനി ഭാഗവത പാരായണ സപ്താഹ വിധിയെക്കുറിച്ചിട്ടാണ് ഇനിയുള്ള അധ്യായം. ഷഷ്ടോധ്യായ, 6ാം അധ്യായം. ഭാഗവത സപ്താഹ വിധി എന്നു പേരുള്ള ഈ അധ്യായമാണ്. സനകാദികൾ പറഞ്ഞു, അല്ലയോ മുനീശ്വര, ഇനി ഞങ്ങൾ സപ്താഹ ശ്രവണ വിധിയെക്കുറിച്ച് പറഞ്ഞു തരാം. വിധിപ്രകാരമുള്ള ധനം, ജനസഹായം മുതലായവ സിദ്ധിച്ചാൽ സപ്താഹം നടത്താം. ആദ്യമായി ഒരു ദൈവജ്ഞനെ വിളിച്ച് സപ്താഹം നടത്തുന്നതിനുള്ള മുഹൂർത്തം നിശ്ചയിക്കണം. വിവാഹത്തിനും മറ്റുമെന്ന പോലെ ലോഭമില്ലാതെ പണം ചെലവാക്കണം. നഭസ്യം, അതായത് ഭാദ്രപദം, അശ്വിനം, ഊർജം, അതായത് കാർത്തിക, മാർഗശീർഷം, ശുചി, അതായത് ആഷാഢം, നഭസ് അല്ലെങ്കിൽ ശ്രാവണം എന്നീ 6 ചാന്ദ്രമാസങ്ങളിൽ ഭാഗവതം ശ്രവിക്കുന്നത് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. അധിമാസങ്ങളിലും ഗ്രഹയുദ്ധമുള്ള കാലത്തും സപ്താഹം നടത്തരുത്. സപ്താഹത്തിൽ താൽപ്പര്യമുള്ളവരുടെ സഹായം തേടാവുന്നതാണ്. സപ്താഹം നടത്തുന്ന വാർത്ത നാട്ടിലെല്ലാം അറിയിക്കണം. എല്ലാവരെയും കുടുംബസമേതം ക്ഷണിക്കണം. ചിലർക്ക് ഹരികഥ കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. ചിലരാകട്ടെ അച്യുത കീർത്തനം ശല്യമായി കണക്കാക്കുന്നവരാണ്. കഥാവിമുഖരായ ഇത്തരക്കാരെയും സ്ത്രീശൂദ്രാദികളെയും സപ്താഹത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വിരക്തനും വൈഷ്ണവരും ഭാഗവത ശ്രവണത്തിന് ഇച്ഛിക്കുന്നവരുമായ ജനങ്ങളുണ്ട്. അവർക്ക് പ്രത്യേക ക്ഷണപത്രം തന്നെ അയക്കണം. അതിലിങ്ങനെ എഴുതാം: അതിദുർലഭമായി മാത്രം ലഭിക്കുന്ന സപ്താഹവും സജ്ജന സംസർഗവും ഇവിടെ നടക്കുകയാണ്. പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതും അപൂർവ രസമയവുമായ കഥാപ്രസംഗവും ഇവിടെ ഉണ്ട്. ഭാഗവത ചരിതാമൃതത്തെ ആസ്വദിക്കുന്നതിൽ ഉത്സുകരായ നിങ്ങൾ ഇതിൽ പങ്കുകൊള്ളണം. 7 ദിവസവും പങ്കെടുക്കുവാൻ കഴിയില്ലെങ്കിൽ 1 ദിവസമെങ്കിലും വരിക. ഇത്തരത്തിലുള്ള അവസരങ്ങൾ അപൂർവമാണെന്ന് അറിയാമല്ലോ. ഇപ്രകാരം വിനയത്തോടുകൂടി അവരെ ക്ഷണിക്കണം. വന്നെത്തുന്ന ശ്രോതാക്കൾക്ക് വസിക്കുന്നതിനുള്ള സ്ഥലവും ഏർപ്പെടുത്തണം. തീർത്ഥസ്ഥലത്തോ ചെറു വനത്തിലോ ഗൃഹത്തിലോ വെച്ച് സപ്താഹം നടത്താം. ശ്രോതാക്കൾക്ക് ഇരിക്കുന്നതിനുള്ള സ്ഥലം വിശാലമായിരിക്കണം. ആ സ്ഥലം അടിച്ചു വൃത്തിയാക്കി ചാണകം മെഴുകി ശുദ്ധമാക്കണം. നിലത്ത് കാവി മുതലായവ കൊണ്ട് കോലമിടണം. ഗൃഹോപകരണങ്ങൾ ഒരു മൂലയിൽ ഒതുക്കി വെക്കണം. അത് ഗൃഹത്തിലാണെങ്കിലാണ്. സപ്താഹം ആരംഭിക്കുന്നതിന് 5 ദിവസം മുൻപ് തന്നെ ഇരിക്കുന്നതിനുള്ള പായ കൊണ്ടുവരണം. ഉന്നത മണ്ഡപത്തെയുണ്ടാക്കി കുലവാഴകൾ കൊണ്ട് അലങ്കരിക്കണം. മണ്ഡപത്തിന്റെ 4 ദിക്കിലും കൊടി കെട്ടണം. യാഗവേദിയിൽ ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന് എന്ന കണക്കിൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നീ 7 ലോകങ്ങളെ സങ്കല്പിക്കണം. അവിടെ ബ്രാഹ്മണർക്കും വിരക്തർക്കും സ്ഥാനം കൽപ്പിക്കണം. പിന്നെ വക്താവിനുള്ള ദിവ്യസ്ഥലത്തെ ഒരുക്കണം. വക്താവ് വടക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ശ്രോതാക്കൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. വക്താവ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നെങ്കിൽ ശ്രോതാക്കൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊന്നുമല്ലെങ്കിൽ ശ്രോതാക്കൾ വട്ടത്തിലിരുന്ന് അതിൻ്റെ മധ്യത്തിൽ വക്താവും മുഖ്യ ശ്രോതാവും കിഴക്ക് അഭിമുഖമായിരിക്കണം. ഇതെല്ലാം ദേശകാലങ്ങൾ അനുസരിച്ച് വേണ്ടതുപോലെ ആകാമെന്ന് വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്നു. വക്താവ് വിരക്തനും വിഷ്ണുഭക്തനും വേദാംഗങ്ങളിൽ പാരംഗതനും യുക്തിപൂർവം വ്യാഖ്യാനിക്കാൻ കഴിയുന്നവനും ധീരനും ധനാസക്തി ഇല്ലാത്തവനും ആയിരിക്കണം. പല ശാസ്ത്രങ്ങളും അറിയാമെങ്കിലും അതിലേതാണ് ശരിയെന്നറിയാതെ ഭ്രമിക്കുന്നവരും സ്ത്രീകൾക്ക് വിധേയരും നാസ്തികരും ആയവരെ അവർ പണ്ഡിതരാണെങ്കിൽ പോലും ഭാഗവത വക്താവാകാൻ സ്വീകരിക്കരുത്.
മുഖ്യ വക്താവിന്റെ സമീപത്തായി അദ്ദേഹത്തിനെ സഹായിക്കുവാനായി പണ്ഡിതനും ഭാഗവത കഥകൾ ജനങ്ങളെ കേൾപ്പിക്കുന്നതിൽ തൽപരനും അവരുടെ സംശയങ്ങൾ നിവർത്തിക്കുന്നതിൽ സമർത്ഥരുമായ ഒരാൾ എപ്പോഴും ഇരിക്കണം. വക്താവ് സപ്താഹത്തിന്റെ ഒരു ദിവസം മുൻപ് തന്നെ ക്ഷൗരം ചെയ്യണം. സൂര്യോദയത്തിന് 3:45 നാഴിക മുൻപ് തന്നെ ശൗചാദികൾ ചെയ്ത് സ്നാനാദികൾ നിറവേറ്റണം. ഭാഗവത പാരായണത്തിന് സമയം നഷ്ടമാകാതിരിക്കാൻ സന്ധ്യാവന്ദനം തുടങ്ങിയ പരമാവധി ചുരുക്കി ചെയ്യണം. പിന്നെ വിഘ്നശാന്തിക്കായി ഗണപതിയെ പൂജിക്കണം. അനന്തരം പിതൃതർപ്പണവും ശ്രാദ്ധം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തവും ചെയ്യണം. പിന്നെ പത്മമിട്ട് ഭഗവാൻ കൃഷ്ണനെ ആവാഹിച്ച് പൂജിക്കണം. പൂജാവസാനത്തിൽ പ്രദക്ഷിണം, നമസ്കാരം, സ്തുതി തുടങ്ങിയവ ചെയ്യുക. പിന്നെ ഇങ്ങനെ സ്തുതിക്കുക: സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര പവാർണവാത്. അല്ലയോ കരുണാനിധേ, സംസാരസാഗരത്തിൽ മുങ്ങിയവനും ദീനനും കർമ്മമാകുന്ന മുതലയുടെ പിടിയിൽ അകപ്പെട്ടവനുമായ എന്നെ രക്ഷിക്കണമേ. അനന്തരം ഭാഗവത ഗ്രന്ഥത്തെ ധൂപദീപാദികളോടുകൂടി പൂജിക്കുക. പിന്നീട് നാളികേരമെടുത്ത് സമർപ്പിച്ചുകൊണ്ട് നമസ്കരിച്ചതിന് ശേഷം ഇപ്രകാരം സ്തുതിക്കുക: ശ്രീമദ് ആഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യോർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശ്രീമദ് ഭാഗവതമെന്ന ഈ ഗ്രന്ഥം ഭഗവാൻ കൃഷ്ണന്റെ പ്രത്യക്ഷ രൂപമാണ്. ഭഗവാൻ ഈ രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നെ സംസാരസാഗരത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. സപ്താഹം നടത്തുന്നതിനുള്ള ഈയുള്ളവന്റെ ആഗ്രഹത്തെ വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കിത്തന്ന് സഫലീകരിക്കണമേ. ഇപ്രകാരം ദീനസ്വരത്തിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ശ്രോതാവ് വക്താവിനെ പൂജിക്കുകയും വസ്ത്രമാല്യാദികൾ സമർപ്പിച്ച് ഇപ്രകാരം സ്തുതിക്കുകയും വേണം: ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മതജ്ഞാനം വിനാശയ. അല്ലയോ ശുഗരൂപനായ ഗുരു, സർവശാസ്ത്ര വിശാരദനായ അങ്ങ് ഈ ഭാഗവത കഥാപ്രകാശനം മുഖേന എൻ്റെ അജ്ഞാനത്തെ നശിപ്പിച്ചു തരേണമേ. അനന്തരം അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ച് വ്രതം ആരംഭിക്കണം. കഴിയുന്നിടത്തോളം സപ്താഹം കഴിയുന്നതുവരെ ഈ വ്രതത്തെ പാലിക്കുവാൻ നോക്കണം. പിന്നെ 5 ബ്രാഹ്മണരെ കൊണ്ട് വിഘ്നശാന്തിക്ക് വേണ്ടി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിപ്പിക്കണം. വൈഷ്ണവരായ മറ്റ് ബ്രാഹ്മണരെയും ഭാഗവതം സ്ഥിരമായി പാരായണം ചെയ്യുന്ന അന്യരായ ആചാര്യന്മാരെയും ശ്രേഷ്ഠ സ്ഥാനങ്ങളിൽ ഇരുത്തണം. പിന്നെ അവരുടെ അനുമതിയോടുകൂടി തനിക്കിരിക്കാനുള്ള സ്ഥാനത്ത് ഇരിക്കണം. സപ്താഹം കഴിയുന്നതുവരെ വീട്, പുത്രൻ, ഭാര്യ മുതലായവരെ കുറിച്ചുള്ള ലൗകിക കാര്യങ്ങൾ ചിന്തിക്കരുത്. ഭാഗവത ശ്രവണത്തിൽ പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ ശ്രോതാവിന് ഫലം സിദ്ധിക്കുകയുള്ളൂ. സൂര്യോദയം മുതൽ 3:30 യാമം ഭാഗവത പാരായണത്തിന് ഉത്തമമായ സമയമാണ്. 3:30 യാമം എന്നത് 7:30 നാഴികയാണ്. 2.25 നാഴികയാണ് 1 മണിക്കൂർ. അതായത് സൂര്യോദയത്തിന് ശേഷം ഏകദേശം 10:30 മണിക്കൂറാണ് ഭാഗവത പാരായണത്തിന് ഉത്തമം. ഉച്ചത്തിൽ സ്ഫുടതയോടുകൂടി തന്നെ പാരായണം നടത്തണം. ഉച്ചയ്ക്ക് 2 നാഴിക നേരം പാരായണം നിർത്തിവെക്കണം. ആ സമയത്ത് വിഷ്ണു ഭക്തന്മാർക്ക് അന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്താം. മലമൂത്ര വിസർജനങ്ങളെ കുറയ്ക്കാൻ ആഹാരം അധികം കഴിക്കരുത്. ശ്രോതാക്കൾ ഭഗവാന് നിവേദിച്ചത് മാത്രം ഭക്ഷിച്ച് വ്രതമനുഷ്ഠിക്കണം. 7 ദിവസവും ഉപവാസ വ്രതത്തോടുകൂടി കഥ കേൾക്കുകയാണെങ്കിൽ അത്യുത്തമമാണ്. അല്ലെങ്കിൽ പാലോ നെയ്യോ കുടിച്ചും പഴങ്ങൾ മാത്രം ഭക്ഷിച്ചും വ്രതമനുഷ്ഠിക്കാം. കഥാശ്രവണം സുഗമമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. ഉപവാസ വ്രതത്തോടെ കഥാശ്രവണം സാധ്യമല്ലാത്തവർ
ഭക്ഷണം കഴിക്കാം. ഭക്ഷണ നിയന്ത്രണം കഥാശ്രവണത്തിന് തടസ്സം ആകരുത്. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.